കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായി. വസ്ത്ര ഗോഡൌണുകളിലേക്ക് തീ പടർന്നതോടെ കത്തിപ്പടരുകയായിരുന്നു. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് പൂർണ്ണമായും കത്തിനശിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഷോപ്പിംഗ് കോംപ്ലക്സും ഏതാണ്ട് പൂർണ്ണമായി കത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിരുന്നു. നാളെ പരിശോധന നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജില്ലാ ഫയർഫോഴ്സ് മേധാവി അഷ്റഫ് അലി അറിയിച്ചു. കെട്ടിടത്തിൽ മതിയായ അഗ്നിരക്ഷാ സംവിധാനം ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 4 ഭാഗത്തും കെട്ടിയടച്ച രീതിയിലാണ് കെട്ടിടമെന്നും അഷ്റഫ് അലി പറഞ്ഞു. വിവരങ്ങളുമായി ലക്ഷ്മി പ്രിയ ചേരുകയാണ്. ലക്ഷ്മി, ആശങ്കയുടെ മണിക്കൂറുകളാണ് കടന്നുപോയത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് പറയാറായിട്ടുണ്ടോ? എന്തായാലും വലിയ നാശനഷ്ടം തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്? ശ്രീജ, തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കാരണം 5 മണിക്കാണ് ഈ ഒരു തീപിടുത്തം തുടങ്ങിയത്. ഈ 5 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യമൊന്നും അതായത് ഈ കെട്ടിടത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് 3-4 ഭാഗവും കെട്ടിയടച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇവർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തീ അണയ്ക്കുന്ന, അതായത് തീയിൻ്റെ അടുത്തേക്ക് പോലും വെള്ളത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് പല JCBകളും കൊണ്ടുവന്ന് ബിൽഡിങ്ങുകൾ ഇടിച്ചു തകർത്തുകൊണ്ടാണ് ഉള്ളിലേക്ക്, അതായത് തീ അണയ്ക്കാനുള്ള വെള്ളം ഒഴിച്ചു തുടങ്ങിയത്. ഏതായാലും 5 മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് ഇപ്പോൾ തീ അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് ഈ കെട്ടിടത്തിൻ്റെ വ്യവസ്ഥ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും തീ അണയ്ക്കാൻ ഇത്രയും സമയമെടുത്തത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവികൾ പറയുന്നത്. ഏതായാലും ഈ ഒരു തീപിടുത്തം ഉണ്ടായത്, അതായത് ഇതിന് താഴെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ടെക്സ്റ്റൈൽസിലേക്ക് ഈ തീ പടരുന്ന സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് അതായത് ഈ 1ാം നിലയുടെ പൂർണ്ണമായും തീ കത്തിപ്പടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അതായത് ഈ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടം, ഈ ഒരു കെട്ടിടം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഏകദേശം ഒരു 2 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു കെട്ടിടത്തിൻ്റെ വ്യവസ്ഥ പറയുകയാണെങ്കിൽ, അതായത് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ യൂണിഫോമുകളും മറ്റും എല്ലാം ഈ ഒരു കെട്ടിടത്തിൽ എത്തിച്ചിരുന്നു. ഇതെല്ലാമാണ് ഈ ഒരു തീപിടുത്തത്തിൽ കത്തി നശിച്ചിരിക്കുന്നത്. ഈ ഒരു ടെക്സ്റ്റൈൽസിന് വലിയ നഷ്ടം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ 5 മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ ഈ ഒരു തീ അണച്ചിരിക്കുകയാണ്. ആദ്യം ഒരു ഭാഗത്ത് തീ അണയുകയും ചെയ്യും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ പിന്നെയും തീ ആളി കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സുകൾ എത്തിച്ചാണ് ഇപ്പോൾ തീ അണച്ചിരിക്കുന്നത്. അതേസമയം എയർപോർട്ടിൽ നിന്നടക്കം ഫയർ എഞ്ചിനുകൾ വന്നിരുന്നു. ഇത് മറ്റ് ഫയർഫോഴ്സിനെക്കാളും കുറച്ച് വ്യത്യസ്തമാണ്. അതായത് കുറച്ചുകൂടെ ഫോഴ്സിൽ വെള്ളം അവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫയർഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിച്ച് ഇപ്പോൾ തീ അണച്ചിരിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വെള്ളം എത്തിച്ചു വരാനുള്ളൊരു സാഹചര്യമാണ്. അതായത് ഇവിടെ നിന്ന് മാനാഞ്ചിറ ഭാഗത്തേക്ക് പോയി അവിടെ നിന്ന് വീണ്ടും വെള്ളം നിറച്ച് ഇങ്ങോട്ട് എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ഡിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫയർഫോഴ്സുകൾ എത്തിച്ച് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവും ഉയർന്നിരുന്നു കേരള വ്യാപാരി വ്യവസായി അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന്. കാരണം ഇത്രയൊരു തീപിടുത്തം ഉണ്ടായിട്ടും ഇവിടെ ഈ കോഴിക്കോട് ടൗണിലടക്കം ആവശ്യമായിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനം ഇല്ല എന്നുള്ളതാണ് പ്രധാനമായി അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫയർഫോഴ്സിൻ്റെ ആദ്യ യൂണിറ്റ് ഇവിടേക്ക് എത്തിയത്. അത് തന്നെയാണ് അവർ പ്രധാനമായും പറയുന്നത്. ഈ ഒരു തീപിടുത്തം ഉണ്ടായ ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഈ ഒരു ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ തീ ഇത്രയും പടരില്ലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കേരള വ്യാപാരി വ്യവസായി അസോസിയേഷൻ പറയുന്നത്. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. ശരി ലക്ഷ്മി പ്രിയ, എന്തായാലും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്നാണ് ലക്ഷ്മി പ്രിയ റിപ്പോർട്ട് ചെയ്യുന്നത്.